സംസ്ഥാന തലത്തിൽ ഡോക്ടർമാരുടെ തസ്തിക ഉത്തരവിറക്കിയപ്പോൾ മലപ്പുറത്തിന് വലിയ അവഗണനയാണെന്ന് റിപ്പോർട്ടിലൂടെ മനസ്സിലാവും. സംസ്ഥാനത്തെ ആശുപത്രികളിലേക്ക് 202 ഡോക്ടർമാരുടെ തസ്തികകളാണ് നിലവിൽ സൃഷ്ടിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചത് 4 ഡോക്ടർമാർ മാത്രം. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നെഫ്രോളജി, ന്യൂറോളജി, ഫോറൻസിക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ ഓരോ ഡോക്ടറും, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജനറൽ സർജറി വിഭാഗത്തിൽ ഒരു ഡോക്ടറെയും മാത്രമാണ് ജില്ലയ്ക്ക് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന മഞ്ചേരിയിൽ ഒരു ഡോക്ടറെ പോലും നിയമിച്ചില്ല. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് കിടക്കകളും ജീവനക്കാരും ഇല്ലാതിരിക്കുമ്പോഴാണ് ജില്ലയോടുള്ള ഈ അവഗണന. ജില്ല വെച്ച് ഡിവൈഡ് നോക്കുകയാണെങ്കിൽ പോലും ജില്ലയിലെ ഡോക്ടർമാരുടെ 15 ഡോക്ടർമാർ 14 ജില്ലയും വെച്ച് ഡിവൈഡ് നോക്കിയാൽ 202 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 14 ഡോക്ടർമാരെ ഒരു ജില്ലയിൽ കിട്ടണം. അതുപോലും കിട്ടിയിട്ടില്ല. ആവശ്യമുള്ള ജില്ലയാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ്. ഇപ്പോൾ 12 ലക്ഷമുള്ള പത്തനംതിട്ടക്കും 50 ലക്ഷമുള്ള മലപ്പുറത്തിനും ഒരേ പരിഗണന കൊടുക്കുകയാണെങ്കിൽ പോലും കിട്ടേണ്ട എണ്ണം എന്ന് 14. പക്ഷെ ഇവിടെ കിട്ടിയിട്ടുള്ളത് വെറും 4. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ അനുവദിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്റ്റാഫുകളെ അനുവദിക്കേണ്ട ഒരു ജില്ല എന്ന അർത്ഥത്തിൽ ഏറ്റവും വലിയ വിവേചനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാർഡിയോളജി വിഭാഗത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് 3, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജനറൽ ആശുപത്രി, കണ്ണൂർ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രികൾക്ക് 2, പാലക്കാട്, കൊല്ലം ജില്ലാ ആശുപത്രികൾക്കും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രികൾക്ക് 1 ഉൾപ്പെടെ 20 ഡോക്ടർമാരെ അനുവദിച്ചപ്പോൾ ജില്ലയ്ക്ക് ഒന്നുപോലും നൽകിയില്ല. 8 അസിസ്റ്റന്റ് സർജൻ തസ്തികകൾ സൃഷ്ടിച്ചെങ്കിലും കൂത്തുപറമ്പ്, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രികളിലും ചിറ്റൂർ, കൊട്ടാരക്കര താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലുമായി ഒതുങ്ങി. യൂറോളജി വിഭാഗത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകൾക്ക് മാത്രമാണ് തസ്തിക. അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികയിൽ 48, ഗൈനക്കോളജി വിഭാഗത്തിൽ 9, ശിശുപരിചരണ വിഭാഗത്തിൽ 3, അനസ്തേഷ്യ വിഭാഗത്തിൽ 21 തസ്തികകളും സൃഷ്ടിച്ചപ്പോൾ ജില്ലയ്ക്ക് ഒന്നുപോലുമില്ല. ഭയങ്കര വിവേചനമാണ് എല്ലാ രംഗത്തും നേരിട്ടുകൊണ്ടിരിക്കുന്ന ജില്ലയെ സംബന്ധിച്ച്. വീണ്ടും ആർത്തത്ത് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ജില്ലയിൽ ഡോക്ടർമാരില്ലാത്ത പ്രതിസന്ധി തുടരുമ്പോഴാണ് വീണ്ടും ഈ അവഗണന. മീഡിയ 1 മലപ്പുറം. ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ മലപ്പുറത്തോട് ഈ രീതിയിലുള്ള അവഗണനയും വിവേചനവും ഉണ്ടാകുന്നത്? വ്യക്തത ആരുടെ കയ്യിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജനസംഖ്യാനുപാതികമായി വലിയ അനന്തരം ഉണ്ട് എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ കേസിൽ. മാത്രമല്ല, നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ ഹെൽത്ത് സർവീസിന് കീഴിൽ 12 ഡോക്ടർമാരെ ജില്ലയിൽ നിന്ന് തന്നെ മാറ്റിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ ആയിട്ട് മറ്റു ജില്ലകളിലേക്കും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പുതിയ തസ്തിക 202 ഡോക്ടർമാരുടെ പുതിയ തസ്തിക സൃഷ്ടിക്കുമ്പോൾ ജില്ലയിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന് മാത്രമല്ല, 4 ഡോക്ടർമാർ, കേവലം 4 ഡോക്ടർമാരെ മാത്രമാണ് ജില്ലയിലേക്ക് നൽകിയതെന്നുള്ളത്. തിരൂർ ജില്ലാ ആശുപത്രി നെഫ്രോളജി, ന്യൂറോളജി, ഫോറൻസിക് മെഡിസിൻ, അതോടൊപ്പം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സർജറി വിഭാഗത്തിൽ ഒരു ഡോക്ടറെ മാത്രമാണ് ജില്ലയ്ക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഈ 48 അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക സൃഷ്ടിച്ചിട്ട് അതിൽ ഒന്നുപോലും ജില്ലയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളതും ഇത് എടുത്തു പറയാം. മാത്രമല്ല, ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ 12 ജൂനിയർ കൺസൾട്ടന്റുമാരുടെ തസ്തികയും സൃഷ്ടിച്ചിട്ടും മലപ്പുറത്തിന് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. എന്നാൽ ആ രീതിയിൽ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ല എന്നുള്ളത്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ജില്ലയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ജില്ലയിൽ 14 ഡോക്ടർമാരെയെങ്കിലും നിയമിക്കുക. അങ്ങനെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയെങ്കിലും ഉള്ള ഒരു പരിഗണന പോലും നൽകിയില്ല. കേവലം 4 ഡോക്ടർമാരെ മാത്രമാണ് നൽകിയത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകിയത്.